നമസ്കാരം. പണമുണ്ടാക്കുക എന്നത് ഏവരും ലക്ഷ്യമിടുന്ന ഒരു കാര്യമാണ്. ചിലരാകട്ടെ എങ്ങനെ പണം ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാകും. അങ്ങനെയുള്ളവർക്കിടയിൽ പണക്കാരനായ ഒരാൾ താൻ എങ്ങനെ പണക്കാരനല്ലാതാകുമെന്ന് ചിന്തിച്ചാൽ എങ്ങനെയിരിക്കും? അത്തരത്തിലൊരാളുണ്ട്. അതാണ് വിപ്രോയുടെ സ്ഥാപകൻ അസീം പ്രേംജി. വെറും ഒരു എണ്ണ കമ്പനിയായി തൻ്റെ പിതാവ് തുടങ്ങിയ ഒരു സ്ഥാപനത്തെ സോപ്പ് മുതൽ സോഫ്റ്റ്വെയർ വരെയുള്ള ശതകോടികളുടെ സാമ്രാജ്യമാക്കി മാറ്റിയ ബിസിനസ് ലോകത്തെ വിജയശില്പിയാണ് അസീം പ്രേംജി. 21-ാം വയസ്സിൽ കമ്പനി തലപ്പത്തേക്ക് എത്തിയ അദ്ദേഹം ചെറിയ ബിസിനസ്സുകളിൽ ഒതുങ്ങി നിന്ന കമ്പനിയെ വിവിധ മേഖലയിലേക്ക് പായിച്ചു. ഇന്ത്യയിലെ മുൻനിര ടോയ്ലറ്റ് സോപ്പ് ബ്രാൻഡുകളിലൊന്നായ സന്തൂർ, ആയുർവേദ സോപ്പായ ചന്ദ്രിക എന്നിവ വിപ്രോയിൽ നിന്ന് പുറത്തിറങ്ങുന്നവയാണ്. യാഡ്ലി, ഹൈജീനിക്സ്, ഗ്ലൂക്കോവിറ്റ, സേഫ് വാഷ്, സോഫ്റ്റ് ടച്ച്, ജിഫി, മാക്സ് ക്ലീൻ, വിപ്രോ, ഗാർനെറ്റ്, അരാമസ് എന്നീ ബ്രാൻഡുകൾ വിപ്രോയിൽ നിന്നുള്ളവയാണ്. 2024 കണക്കനുസരിച്ച് അസീം പ്രേംജിയുടെ ആസ്തി ഏകദേശം $28 ബില്യൺ ആണെന്ന് കണക്കാക്കപ്പെടുന്നു. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം പണം സാമൂഹ്യ സേവനങ്ങൾക്കായി ചെലവഴിക്കുന്ന കോടീശ്വരനാണ് അദ്ദേഹം. തൻ്റെ വരുമാനത്തിൻ്റെ 31% അദ്ദേഹം കഷ്ടപ്പെടുന്നവർക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. അസീം പ്രേംജിയുടെ സഹായങ്ങളെക്കുറിച്ചും സംഭാവനകളെക്കുറിച്ചും പൊതുവെ ഒന്നും തന്നെ വാർത്തകളാകാറില്ല. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ പണം സംഭാവന ചെയ്ത ഫോബ്സിൻ്റെ ശതകോടീശ്വര പട്ടികയിലും അസീം പ്രേംജി മുൻപിടം നേടിയിരുന്നു. 1999 മുതൽ 2005 വരെ ഫോർബ്സ് മാഗസിൻ്റെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരനായിരുന്നു അസീം പ്രേംജി. പിന്നീട് അംബാനിക്ക് തൊട്ടു പിന്നിൽ 2ാം സ്ഥാനമായി. പക്ഷേ തുടർന്ന് അങ്ങോട്ട് തൻ്റെ കോടിക്കണക്കിന് വരുന്ന സ്വത്തുക്കൾ അദ്ദേഹം സാമൂഹ്യ സേവനത്തിനാണ് വിനിയോഗിച്ചത്. 2019 തൻ്റെ സാമ്പത്തികത്തിൻ്റെ വലിയൊരു വിഹിതം അദ്ദേഹം സോഷ്യൽ വർക്കിങ്ങിനായി സംഭാവന നൽകി. അങ്ങനെ ഇന്ത്യൻ കോടീശ്വര പട്ടികയിൽ നിന്ന് 2ാം സ്ഥാനത്ത് നിന്ന് 17ാം സ്ഥാനത്തെത്തി. അത്രയധികം കോടികളാണ് അന്ന് സംഭാവന നൽകിയത്. പക്ഷേ ഇന്ത്യയിൽ നിന്നും സാമൂഹ്യ സേവനത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മനുഷ്യൻ എന്ന നിലയിൽ ജനമനസ്സുകളിൽ അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റവും ലഭിച്ചു. 2010 വാറൻ ബഫറ്റും ബിൽ ഗേറ്റ്സും തങ്ങളുടെ സമ്പത്തിൻ്റെ ഗണ്യമായ ഒരു ഭാഗം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി സംഭാവന ചെയ്യാൻ കോടീശ്വരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ദ ഗിവിംഗ് പ്ലെഡ്ജിൽ ഒപ്പുവെച്ചുകൊണ്ട് വലിയൊരു സാമൂഹ്യ മാറ്റത്തിന് തുടക്കമിട്ടിരുന്നു. അതിലെ ആദ്യ ഇന്ത്യക്കാരനായി പ്രേംജി മാറി. 2010 ഇന്ത്യയിലെ സ്കൂൾ എഡ്യൂക്കേഷൻ പുരോഗതിക്കായി $2 ബില്യൺ അദ്ദേഹം സംഭാവന ചെയ്തത്. തൻ്റെ കൈവശമുണ്ടായിരുന്ന വിപ്രോ കമ്പനിയുടെ 213 മില്യൺ ഷെയറുകൾ ഇതിനുവേണ്ടി അദ്ദേഹം സംഭാവന ചെയ്തു. ഇത്തരം ഒരു പ്രവൃത്തി ഇന്ത്യയിൽ തന്നെ ആദ്യത്തേതായിരുന്നു. 2013 തൻ്റെ വ്യക്തിപരമായ സമ്പാദ്യത്തിൻ്റെ 25% അദ്ദേഹം ചാരിറ്റിക്ക് വേണ്ടി വിട്ടുകൊടുത്തിരുന്നു. 2019 തൻ്റെ കൈവശമുള്ള വിപ്രോ ഷെയറുകളിൽ 34% കൂടി അദ്ദേഹം സംഭാവന ചെയ്തു. 2021 സാമ്പത്തിക വർഷത്തെ കണക്കനുസരിച്ച് പ്രതിദിനം 27 കോടി രൂപയാണ് അദ്ദേഹം സംഭാവനയായി ചെലവഴിച്ചത്. അതായത് ഒരു വർഷം 9,713 കോടി രൂപ. ഇതിൻ്റെ പുറമെയാണ് അടിയന്തര ഘട്ടങ്ങളിൽ നൽകുന്ന സഹായം. കോവിഡ് പ്രതിരോധത്തിന് മാത്രം നൽകിയത് 132 മില്യൺ. ലോകത്തിൽ തന്നെ കോവിഡ് വിരുദ്ധ പ്രയത്നത്തിന് ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ച സ്വകാര്യ സ്ഥാപനങ്ങളിൽ 3ാം സ്ഥാനമാണ് പ്രേംജിയുടേത്. 2001 അസീം പ്രേംജി രൂപം കൊടുത്ത സംഘടനയായ അസീം പ്രേംജി ഫൗണ്ടേഷൻ വഴിയാണ് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ സേവനങ്ങൾ ഏറെ നടത്തുന്നത്. പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസവും മറ്റ് സൗകര്യങ്ങളും ഒരുക്കാൻ ഈ സംഘടന മുൻകൈയെടുക്കുന്നു. ബംഗളൂരുവിലെ സർജാപൂർ റോഡിൽ 90 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന അസീം പ്രേംജി യൂണിവേഴ്സിറ്റിയിൽ വ്യത്യസ്തങ്ങളായ ബിരുദാനന്തര കോഴ്സുകളും റിസർച്ചിന് വേണ്ടി വിശാലമായ സൗകര്യങ്ങളുമുണ്ട്. 1996 മുംബൈയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് കമ്പനി വിപ്രോ ആസ്ഥാനം മാറ്റി. 2000 $1 ബില്യൺ കമ്പനിയായി വളർന്ന വിപ്രോ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തു. IT രംഗത്ത് വന്നെങ്കിലും തുടങ്ങിയ ബിസിനസ്സുകളിൽ പിന്നോക്കം പോകാൻ വിപ്രോ തയ്യാറായിട്ടില്ല. ഇപ്പോഴും അത് ഇന്ത്യയുടെ മുൻനിര കമ്പനികളിലൊന്നാണ്. ഒരു സസ്യ എണ്ണ കമ്പനിയെ ഇക്കാണുന്ന വിജയത്തിലേക്ക് എത്തിച്ച അദ്ദേഹം വിജയരഹസ്യം ഒരിക്കൽ NIT ട്രിച്ചിയിലെ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ വിവരിക്കുകയുണ്ടായി. വിപ്രോയിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കുകയും വൈവിധ്യവൽക്കരിക്കുകയുമാണ് താൻ ചെയ്തത്. കഠിനാധ്വാനവും ഭാഗ്യവും ഈ 2 പ്രധാന കാര്യങ്ങളാണ് തൻ്റെ വിജയത്തെ സഹായിച്ചതെന്നായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത്.